ഹായ്, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് 1905 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെയാണ് നമ്മൾ ഇനി വരുന്ന ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ 1857 റിവോൾട്ടാണ്. നമുക്ക് 1905 മുമ്പ് നമ്മൾ തുടക്കം നമുക്ക് ആദ്യം എന്ത് പഠിക്കാം? നമ്മുടെ 1857 റിവോൾട്ട് എന്താണെന്ന് നോക്കാം. നമ്മൾ പറയും 1857 റിവോൾട്ട് അഥവാ നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയും. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ? ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1857 റിവോൾട്ട്. നമ്മുടെ ഈ 1857 റിവോൾട്ടിന് ഒരു പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഡൽഹൌസി കൊണ്ടുവന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്തിൻ്റെ ഒരു പ്രധാന കാരണമാണ്? നമ്മുടെ 1857 റിവോൾട്ടിൻ്റെ പ്രധാന കാരണമാണ്. പിന്നെ നമ്മുടെ അബോളിഷ്മെൻറ്റ് ഓഫ് സതിയുടെ നിരോധനം എന്തിനൊരു കാരണമാണ്? 1857 റിവോൾട്ടിൻ്റെ ഒരു പ്രധാന കാരണമായി വരുന്ന ഒന്നാണ് അബോളിഷ്മെൻറ്റ് ഓഫ് സതി. അതുപോലെ മറ്റൊന്നാണ് ഈ സതിക്ക് ശേഷം നമ്മുടെ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ആര് പാസ് ചെയ്തു? ബ്രിട്ടീഷുകാർ പാസ് ചെയ്തു. അതും ഒരു പ്രധാന കാരണമായി വരുന്നുണ്ട്. എന്തിന്? 1857 റിവോൾട്ടിന്. ഓക്കെ, ഇതിനെല്ലാം കൂടാതെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ദി ഇമ്മീഡിയറ്റ് റീസൺ ഓഫ് 1857 റിവോൾട്ട്? റിവോൾട്ടിൻ്റെ ഇമ്മീഡിയറ്റ് റീസൺ എന്താണെന്ന് ചോദിക്കും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഭാഗമായാണ്. അതായത് 1856 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഒരു പുതിയൊരു തോക്ക്, ഒരു റൈഫിൾ തോക്ക് എന്ത് ചെയ്യും? ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ തോക്കിൻ്റെ പ്രത്യേകത, ആ തോക്ക് ലോഡ് ചെയ്തിട്ട് അത് ഫയർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കാട്രിഡ്ജ് എന്നൊരു ഭാഗം എന്ത് ചെയ്യണം? കടിച്ചു പൊട്ടിക്കണം. അത് കടിച്ചു പൊട്ടിച്ചാൽ മാത്രമേ നമുക്കത് ലോഡ് ചെയ്തിട്ട് അത് ഫയർ ചെയ്യാൻ പറ്റൂ. പക്ഷേ അവിടെ ആ ലോഡിങ് ഈസിയാക്കാൻ വേണ്ടി അവർ ആ കാട്രിഡ്ജിൽ ഒരു ഗ്രീസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഗ്രീസ് എന്ന് പറയുന്നത് പശുവിൻ്റെയും പന്നിയുടെയും എന്തായിരുന്നു? കൊഴുപ്പായിരുന്നു കേട്ടോ. ഈ തോക്കിൽ അവർ കാട്രിഡ്ജിൽ ഗ്രീസായി ഉപയോഗിച്ചത് എന്തിൻ്റെ ആയിരുന്നു? പശുവിൻ്റെയും പന്നിയുടെയൊക്കെ എന്തായിരുന്നു? കൊഴുപ്പായിരുന്നു. അങ്ങനെ ആ തോക്കിനെതിരെ നമ്മുടെ ബംഗാൾ റീജിയനിൽ ഉണ്ടായിരുന്ന കുറച്ച് പട്ടാളക്കാർ കംപ്ലൈൻറ്റ് ചെയ്തു. ആ തോക്ക് പറ്റില്ല, തോക്ക് മാറ്റി തരണം, വേറെ തോക്ക് തരണം എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യുകയും ആ കംപ്ലൈൻറ്റ് എന്തിലേക്ക് പോവുകയും ചെയ്തു? ഒരു റിവോൾട്ടായി മാറുകയും ചെയ്തു. കാരണം ബ്രിട്ടീഷുകാർ അത് നിരോധിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ലാസ്റ്റ് പട്ടാളക്കാർ തമ്മിൽ എന്തായി? അവിടെ ഒരു പ്രശ്നം വരികയും ചെയ്തു. ഇതാണ് 1857 റിവോൾട്ടിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റീസണായി പറയുന്നത്. അതുകൊണ്ടാണ് 1857 റിവോൾട്ടിനെ നമ്മൾ പറയും ശിപ്പായി മ്യൂട്ടണി എന്നും പറയും. ശിപ്പായി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരല്ലേ? പട്ടാളക്കാരുടെ ലഹള, ശിപ്പായി ലഹള എന്നും നമ്മൾ എന്തിനെ വിശേഷിപ്പിക്കും? 1857 റിവോൾട്ടിനെ വിശേഷിപ്പിക്കും. കാരണം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബംഗാളിലെ 34ാമത് ബംഗാൾ ഇൻഫാൻട്രി ട്രൂപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മംഗൽ പാണ്ഡെ. മംഗൽ പാണ്ഡെയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ശിപ്പായി ലഹളയ്ക്ക് നേതൃത്വം പോയിരുന്നത് കേട്ടാ. അങ്ങനെ പിന്നീട് അവർ മംഗൽ പാണ്ഡെയെ പിടിച്ച് വിചാരണയ്ക്ക് നടത്തി. ഏറ്റവും ഒടുവിൽ മംഗൽ പാണ്ഡെ അവരെന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും. ബ്രിട്ടീഷ് ഗവൺമെൻറ് മംഗൽ പാണ്ഡെ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? മംഗൽ പാണ്ഡെ കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? മംഗൽ പാണ്ഡെ ഏത് ട്രൂപ്പിലെ മെമ്പറായിരുന്നു? ബംഗാളിലെ 34ാമത് ഇൻഫാൻട്രി ട്രൂപ്പിലെ മെമ്പറായിരുന്ന ആര്? മംഗൽ പാണ്ഡെ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു 1857 റിവോൾട്ടിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്ന കേട്ടോ. അതുപോലെ ഈ റിവോൾട്ട് ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചാണെന്ന് ചോദിക്കും. 1857 മെയ് 10 മീററ്റിലാണ് 1857 റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1857 റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മീററ്റിൽ വെച്ചാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്. ഏത് വർഷം? 1857 മെയ് 10 ഇതെന്ത് ചെയ്യുന്നത്? പൊട്ടിപ്പുറപ്പെട്ട. പിന്നെ ഈ റിവോൾട്ട് ഇന്ത്യയുടെ പല മേഖലയിലും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു സമരമായിരുന്നു. പല മേഖലയിൽ പല കാരണങ്ങളാലായിരുന്നു ഈ സമരം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ബംഗാളിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന തോക്കിൻ്റെ വിഷയമായി മംഗൽ പാണ്ഡെയൊക്കെ ആയിരുന്നു അല്ലേ. അതുപോലെ ഇതേ സമരം മറ്റു പല പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിരുന്നു. അതിലൊന്നായിരുന്നു ഡൽഹി.
നമ്മുടെ ഡൽഹിയിൽ അന്നത്തെ മുഗൾ റൂളർ, നമ്മുടെ ലാസ്റ്റ് മുഗൾ ഭരണാധികാരിയാണ് ആര്? ബഹദൂർ ഷാ രണ്ടാമൻ. നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനും അദ്ദേഹത്തിന്റെ സൈനിക തലവനായ ബഖ്ത് ഖാൻ കേട്ടോ, ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക തലവനായ ആര്? ബഖ്ത് ഖാന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ്? റിവോൾട്ടിന് നേതൃത്വം നൽകി. അതുപോലെ തന്നെ ലക്നൗ, ആഗ്ര, ഔദ് 3 പ്രദേശം. ലക്നൗ, ആഗ്ര, ഔദ് ആരുടെ നേതൃത്വം? ബീഗം ഹസ്രത്ത് മകളുടെ നേതൃത്വത്തിൽ ആഗ്ര, ഔദ്, ലക്നൗ ഈ 3 റീജിയനിലും ബ്രിട്ടീഷുകാർക്കെതിരെ എന്താ 1857 റിവോൾട്ട് നടന്നു. അതുപോലെ തന്നെ കാൺപൂരിന് ഇതിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പയുമാണ്. നാനാ സാഹിബിന്റെയും താന്തിയ തോപ്പയുടെ നേതൃത്വത്തിലായിരുന്നു കാൺപൂര്. അതുപോലെ നമ്മുടെ ഗോളിയാറും ഝാൻസിയിലും നമ്മുടെ റാണി ലക്ഷ്മിബായി, ഝാൻസി റാണി അല്ലേ, നമ്മുടെ ഗോളിയാറിലും ഝാൻസിയിലുമായിരുന്നു റാണി ലക്ഷ്മിബായിയുടെ നേതൃത്വത്തിൽ എന്താണ് സമരം. അതുപോലെ ബീഹാറിൽ ആരാണ് 1857 റിവോൾട്ടിന് നേതൃത്വം നൽകിയത്? ബീഹാറിൽ കൻവർ സിംഗ് ആയിരുന്നു. കൻവർ സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു 1857 റിവോൾട്ടിന് ബീഹാറിൽ. കണ്ട, അപ്പോൾ ഓരോ പ്രദേശത്തും കണ്ടല്ലോ. ഡൽഹിയിൽ ആരാ? ലാസ്റ്റത്തെ മുഗൾ റൂളറായ ബഹദൂർ ഷാ രണ്ടാമനും. ലക്നൌവിൽ ആരാ? ലക്നൗ, ആഗ്ര, ഔദ് 3 പ്രദേശം കേട്ടോ. ലക്നൗ, ആഗ്ര, ഔദ് ആര്? അണ്ടർ ലീഡർഷിപ്പ് ഓഫ് ബീഗം ഹസ്രത്ത് മകൾ. കാൺപൂരിൽ ആരാ? കാൺപൂരിലെ നാനാ സാഹിബ് ആരാണ്? നാനാസാഹിബ് സൈനിക തലവനാണ് ആര്? താന്തിയ തോപ്പെ. ഝാൻസിയിലും ഗോളിയാറിലും ഝാൻസി റാണി ലക്ഷ്മിബായി ആയിരുന്നു. ബീഹാറിൽ ആരാ? കൻവർ സിംഗ് ആയിരുന്നു കേട്ടോ. ഇതാണ് 1857 റിവോൾട്ട്. അതുപോലെ റിവോൾട്ടിന്റെ സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ? ലോർഡ് കാനിങ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. കാനിങ്ങിന്റെ സമയത്താണ് 1857 റിവോൾട്ട് നടക്കുന്നത് അല്ലേ. 1857 റിവോൾട്ട് നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ ചോദിച്ചാൽ ആരാ? അല്ലെങ്കിൽ ഷിപ്പായി മ്യൂട്ടേറ്റ് നടന്ന സമയം ഇപ്പോൾ ആരാണ് ഗവർണർ ജനറൽ ചോദിച്ചാൽ ആരാ? ലോർഡ് കാനിങ് ആയിരുന്നു ഇന്ത്യയുടെ എന്താണ് ഗവർണർ ജനറൽ. അപ്പൊ ഇതാണ് 1857 റിവോൾട്ട്. അപ്പൊ പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മറക്കല്ലേ, PYQ ആണ്. എവിടെയാണ്? മീരറ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, ഇതാണ് 1857 റിവോൾട്ട്. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ 1905 ഇന്ത്യയിൽ നടന്ന സംഭവമാണ് നമ്മുടെ ബംഗാൾ പാർട്ടീഷൻ, ബംഗാൾ വിഭജനം. അപ്പൊ ഏത് വർഷമാണ് ബംഗാൾ വിഭജനം നടന്നത്? ബംഗാൾ പാർട്ടീഷൻ നടന്ന വർഷം 1905. അപ്പൊ എന്താണ് ഈ ബംഗാൾ പാർട്ടീഷൻ? അതായത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ കിട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥലമായിരുന്നു ബംഗാൾ. അപ്പൊ ബംഗാളിലെ ജനങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ ചൂഷണം ആദ്യമായി ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? നേരിട്ടത് അല്ലേ. അപ്പൊ അതേ ജനങ്ങൾ തന്നെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി എന്ത് ചെയ്യുന്നത്? റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. അത് വലിയൊരു റിയാക്ഷനായ സമയത്ത് ബ്രിട്ടീഷുകാർ എന്ത് തീരുമാനിച്ചു? ബംഗാളിലെ ജനങ്ങളുടെ ഐക്യം, അവിടെ ഒരു ഒത്തൊരുമ ഉണ്ടല്ലോ, അത് തമ്മിൽ വേർതിരിക്കാൻ ശ്രമിച്ചു. അത് എന്തിന്റെ പേരിലെന്ന് ചോദിച്ചാൽ മതത്തിന്റെ പേരിൽ കേട്ടാ. ഇവിടെ എന്തിന്റെ പേരിലാണ് ബംഗാളിനെ രണ്ടായി വിഭജിക്കുന്നത്? മതത്തിന്റെ പേരിൽ. ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു പ്രദേശവും മുസ്ലിങ്ങൾക്ക് വേണ്ടി മറ്റൊരു പ്രദേശമായി ബംഗാളിനെ എന്ത് ചെയ്യാൻ പോകുന്നു? വിഭജിക്കാൻ പോകുന്നു. ഏത് വർഷം? 1905 ജൂലൈ 20 ഇതെന്തായി? അനൗൺസ് ചെയ്തു കേട്ടാ. 1905 ജൂലൈ 20 എന്ത് അനൗൺസ് ചെയ്തു? ബംഗാൾ പാർട്ടീഷൻ അനൗൺസ് ചെയ്തു. ആരാ അനൗൺസ് ചെയ്ത? ഇന്ത്യയുടെ വൈസ്രോയി ലോർഡ് കഴ്സൺ. ആരാണ് ബംഗാൾ പാർട്ടീഷൻ അനൗൺസ് ചെയ്ത ഇന്ത്യയുടെ വൈസ്രോയി എന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് കഴ്സൺ ആണ് ബംഗാൾ വിഭജനം എന്ത് ചെയ്യുന്നത്? അനൗൺസ് ചെയ്ത ഇന്ത്യയുടെ വൈസ്രോയി കേട്ടാ. അങ്ങനെ ബംഗാൾ വിഭജനം അനൗൺസ് ചെയ്തതും ബംഗാളിലെ ജനങ്ങൾ വല്ലാതെ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനയാണ് ആര്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെതിരെ, ബംഗാൾ വിഭജനത്തിനെതിരെ വലിയൊരു സമരമുറ എവിടെ സംഘടിപ്പിച്ചു? ബംഗാളിൽ സംഘടിപ്പിച്ചു. അതായിരുന്നു സ്വദേശി മൂവ്മെന്റ് എന്ന് പറയും. INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1905 ഓഗസ്റ്റ് 7 എന്താണ് സ്വദേശി മൂവ്മെന്റ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നടന്ന ഏത് മേഖലയിൽ? ബംഗാളില് സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം ആര് കൊടുക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്നു. എന്താണ് ഈ സ്വദേശി മൂവ്മെന്റിന്റെ ലക്ഷ്യം? സ്വദേശി മൂവ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? സ്വദേശി മൂവ്മെന്റ് ലക്ഷ്യം എന്ന് വെച്ചാൽ വിദേശികളുടെ വസ്തുക്കൾ എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുക.
കേട്ടാ. ബ്രിട്ടീഷുകാരുടെ വസ്തുക്കൾ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക, ഇന്ത്യയിൽ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ മാത്രം എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അതാണ് എന്തിൻ്റെ ലക്ഷ്യം, സ്വദേശി മൂവ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ 1905 ഓഗസ്റ്റ് 7 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ എന്ത് കൊണ്ടുവരുന്നു, സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്, സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ആശയം ബംഗാളിൽ അവരെന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായി, ഈ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായി നമുക്ക് 2 ഉത്തരം പഠിക്കാനുണ്ട്. സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായി നമ്മുടെ ബംഗാളിൽ സ്വദേശി കെമിക്കൽ സ്റ്റോർ ആരംഭിച്ച വ്യക്തി ആരെന്ന് ചോദിക്കും. അതിന്റെ പേരാണ് പ്രഫുല്ല ചന്ദ്ര റേ, PC റേ എന്ന് പറയും. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവായ PC റേ. അദ്ദേഹമാണ് നമ്മുടെ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായി ബംഗാളിൽ സ്വദേശി കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത്. സ്വദേശി കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആരാണ്, ബംഗാളിലെ PC റേ. അതുപോലെ മറ്റൊരാളാണ് നമ്മുടെ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വദേശി നാവിഗേഷൻ സ്റ്റീം കമ്പനി. നമ്മുടെ ബോട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കപ്പലിന്റെ ബോട്ട്, ഈ ബോട്ട് ഓട്ടിക്കേണ്ട ഒരു എഞ്ചിൻ ഉണ്ടല്ലോ, സ്റ്റീം എഞ്ചിൻ. ആ സ്റ്റീം എഞ്ചിൻ ഉണ്ടാക്കിയ ഒരു ഇന്ത്യക്കാരനാണ് VO ചിദംബരം പിള്ളൈ. ഇദ്ദേഹം നമ്മൾ വിളിക്കും കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കും. ഇദ്ദേഹം ഒരു തമിഴനായിരുന്നു. ഇദ്ദേഹം നമ്മൾ വിളിച്ചതാണ് കപ്പലോട്ടിയ തമിഴൻ. ആരാ കപ്പലോട്ടിയ തമിഴൻ? VO ചിദംബരം പിള്ളൈ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായി, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വദേശി നാവിഗേഷൻ സ്റ്റീം കമ്പനി ആരംഭിച്ച വ്യക്തിയാണ് ആര്? കപ്പലോട്ടിയ തമിഴൻ. ആരാ? VO ചിദംബരം പിള്ളൈ. അപ്പൊ ആരാ സ്വദേശി കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത്? PC റേയും. ആരാ സ്വദേശി നാവിഗേഷൻ സ്റ്റീം കമ്പനി ആരംഭിച്ചത്? നാവിഗേഷൻ സ്റ്റീം കമ്പനി ആരംഭിച്ചത് നമ്മുടെ ആരാണ്? VO ചിദംബരം പിള്ളയുമാണ്. അതുപോലെ തന്നെ ഈ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായി ബംഗാളിൽ ആരംഭിച്ച മറ്റൊരു സംഘടനയാണ് സ്വദേശി ബാന്ധവ് സമിതി. ഇത് കഴിഞ്ഞ 2023 CSL ചോദ്യം കേട്ടോ. ആരാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് ചോദിച്ചതാ. സ്വദേശി ബാന്ധവ് സമിതിയുടെ ഫൗണ്ടർ ആരാണ്? അശ്വനി കുമാർ ദത്ത്. കേട്ടാ, അശ്വനി കുമാർ ദത്ത് ആണ് എന്തിന്റെ ഫൗണ്ടർ? സ്വദേശി ബാന്ധവ് സമിതി. 2023 CSL ചോദ്യമാണ് കേട്ടാ. അശ്വനി കുമാർ ദത്ത്, സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ. കേട്ടാ, ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് സ്വദേശി ബാന്ധവ് സമിതി? ആരാ? അശ്വനി കുമാർ ദത്ത്. ഇതൊക്കെ കൊണ്ടുവന്നെങ്കിലും ബ്രിട്ടീഷുകാര് എന്ത് നടപ്പിലാക്കി? ബംഗാൾ പാർട്ടീഷൻ നടപ്പിലാക്കി. ഒക്ടോബർ 16 1905 ഒക്ടോബർ 16 ബ്രിട്ടീഷുകാർ ബംഗാളിനെ രണ്ടായി എന്ത് ചെയ്തു? വിഭജിച്ചു. അങ്ങനെ ഈ വിഭജനത്തിന്റെ ഭാഗമായി, നമ്മുടെ ബംഗാളിലെ വിഭജനത്തിന്റെ ഭാഗമായി ഒക്ടോബർ 16 നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിലെ ജനങ്ങൾക്കിടയിൽ രക്ഷാബന്ധൻ ആഘോഷിച്ചു. അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും രാഖി കെട്ടി എന്താഘോഷിച്ചു? രക്ഷാബന്ധൻ ആഘോഷിക്കുകയും അതുപോലെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ അവിടെ ഒരു പോയം രചിക്കുകയും ചെയ്തു. അമർ സോനാ ബംഗ്ല. കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അമർ സോനാർ ബംഗ്ല എന്ന് പറയുന്നത്. ഇന്ന് ഇത് എഴുതിയത് ആരാ? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പക്ഷെ നിലവിൽ അമർ സോനാർ ബംഗ്ല ബംഗ്ലാദേശിന്റെ നാഷണൽ ആന്തമാണ്. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിന്റെ നാഷണൽ ആന്തമാണ് ഏത്? അമർ സോനാർ ബംഗ്ല. അത് എഴുതിയത് ആരാ? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. നമുക്കറിയാം നമ്മുടെ നാഷണൽ ആന്തം ജനഗണമന. അത് എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അപ്പൊ നമ്മുടെ മാത്രമല്ല, നമ്മുടെ നാഷണൽ ആന്തമായ ജനഗണമനയും ബംഗ്ലാദേശിന്റെ നാഷണൽ ആന്തമായ അമർ സോനാർ ബംഗ്ലയും എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. പക്ഷെ ടാഗോർ ഏത് സമയത്ത് എഴുതിയത്? ബംഗാൾ വിഭജന സമയത്ത്, ബംഗാൾ പാർട്ടിഷൻ സമയത്താണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ത് എഴുതിയത്? അമർ സോനാർ ബംഗ്ല എഴുതിയത്. അങ്ങനെ ഒക്ടോബർ 16 ബംഗാളിൽ എന്ത് ആഘോഷിക്കുകയും ചെയ്തു? രക്ഷാബന്ധൻ ആഘോഷിക്കുകയും ചെയ്തു. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് തന്നെ ചെയ്തിട്ടും അതെന്ത് ചെയ്തു? നടപ്പിലാക്കി. അങ്ങനെ 6 വർഷം ബംഗാൾ പിന്നീട് 2 പ്രദേശങ്ങളായിട്ടാണ് ഇരുന്നത്. 1911 അടുത്ത വൈസ്രോയിയായ ഹാർഡിഞ്ച് രണ്ടാമൻ, ലോർഡ് ഹാർഡിഞ്ച് രണ്ടാമനാണ് എന്ത് വിഡ്രോ ചെയ്തത്? ബംഗാൾ വിഭജനം വിഡ്രോ ചെയ്തത്. സോ ആര് കൊണ്ടുവന്നു? ആര് നിർത്തലാക്കി? കൊണ്ടുവന്നത് ആരാ? ബംഗാൾ പാർട്ടിഷൻ കൊണ്ടുവന്നത് 1905 ലോർഡ് കഴ്സൺ. വൈസ്രോയി ആരാ? കഴ്സൺ. അപ്പൊ ചോദിക്കും, ആരാണ് ബംഗാളിനെ 2ആയി വിഭജിച്ചത്? ലോർഡ് കഴ്സൺ. ആരാണത് പിൻവലിച്ചത്? 1911 6 വർഷങ്ങൾക്ക് ശേഷം ലോർഡ് ഹാർഡിഞ്ച് രണ്ടാമനാണ് അത് പിൻവലിച്ചത്. കേട്ടോ, കഴ്സൺ കൊണ്ടുവന്നു, ഹാർഡിഞ്ച് രണ്ടാമൻ പിൻവലിച്ചു. 1905 കൊണ്ടുവന്നു, 6 വർഷം കഴിഞ്ഞു 11 എന്ത് ചെയ്യുന്നു?
പിൻവലിക്കുന്നു. കേട്ടാ, ഇതാണ് ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത്. കേട്ടാ, ഇതിന്റെ ഭാഗമായിട്ടാണ് ബംഗാളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വദേശി മൂവ്മെന്റ്. അതെന്നാ 1905 ഓഗസ്റ്റ്. ഈ ഓഗസ്റ്റ് 7 അതുകൊണ്ടാണ് നമ്മളൊരു ഡേ ആഘോഷിക്കും. നമ്മുടെ ഓഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ, ദേശീയ കൈത്തറി ദിനം, നാഷണൽ ഹാൻഡ്ലൂം ഡേ എന്ന ഓഗസ്റ്റ് 7. എന്തുകൊണ്ട് ഓഗസ്റ്റ് 7 നമ്മൾ ഈ നാഷണൽ ഹാൻഡ്ലൂം ഡേ ആഘോഷിക്കുന്നത്? നമ്മുടെ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായി നമ്മൾ സ്വദേശി മൂവ്മെന്റ് പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ് 1905 ഓഗസ്റ്റ് 7. അതുകൊണ്ടാണ് നാഷണൽ ഹാൻഡ്ലൂം ഡേ അന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. ഓക്കെ, ഇതാണ് ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ അടുത്ത പരിപാടിയിലേക്ക് പോവാം. അടുത്ത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു 1905 വരെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന. പക്ഷേ 1906 ഡിസംബർ 30 ഇന്ത്യയിൽ ഒരു പുതിയൊരു സംഘടന രൂപപ്പെടും. അതാണ് നമ്മുടെ മുസ്ലിം ലീഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷം എന്നാണ് 1906 ഡിസംബർ 30. നമ്മുടെ ധാക്ക എന്ന് പറയാൻ നമുക്കറിയാം ഇന്ന് ബംഗ്ലാദേശാണ്, ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ഇന്നത്തെ അല്ലേ. ധാക്കയിൽ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷം 1906 ഡിസംബർ 30 എവിടെയാ? ധാക്കയിലാണ് രൂപീകരിച്ചത്. ആരാണ് ഫൗണ്ടർ? ആരെന്നറിയാം ഇതിന്റെ ഫൗണ്ടർ നവാബ് ഖോജ സലീമുള്ളയും അഗാ ഖാനുമാണ്. ആരാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാപകര്? ആരൊക്കെയാണ്? നവാബ് ഖോജ സലീമുള്ളയും അഗാ ഖാനുമാണ് എന്തിന്റെ സ്ഥാപകര്? മുസ്ലിം ലീഗിന്റെ സ്ഥാപകര് കേട്ടോ. മുസ്ലിം ലീഗിന്റെ സ്ഥാപകർ ആരൊക്കെയാണ്? ഖോജ സലീമുള്ളയും അതുപോലെ അഗാ ഖാനുമാണ് എന്തിന്റെ സ്ഥാപകര്? മുസ്ലിം ലീഗിന്റെ സ്ഥാപകർ. ഈ എന്തായിരുന്നു മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ ആശയം? ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ ആശയം ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യക്ക് എന്ത് നേടിക്കൊടുക്കുക? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ചത്. എന്തായിരുന്നു മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം എന്നറിയോ? മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ത് വേണം? ഒരു സെപ്പറേറ്റ് രാജ്യം വേണം അല്ലെ. മുസ്ലിങ്ങൾക്കായി എന്ത് വേണം? ഒരു സെപ്പറേറ്റ് രാജ്യം വേണമെന്നായിരുന്നു ആരുടെ ലക്ഷ്യം? മുസ്ലിം ലീഗ് എന്ന സംഘടന രൂപീകരിക്കേണ്ട ഒരു പ്രധാന കാരണമായി വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ട് ചേരിയായിരുന്നു. കാരണം ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ പാടില്ല എന്നായിരുന്നു ആരുടെ ആവശ്യം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. എന്നാൽ മുസ്ലിം ലീഗിന്റെ ആവശ്യമോ? ഇന്ത്യയെ രണ്ടായി വിഭജിക്കണം, മുസ്ലിങ്ങൾക്കായി എന്ത് വേണം? ഒരു സെപ്പറേറ്റ് രാജ്യം വേണം. അതായിരുന്നു ആരുടെ ആവശ്യം? മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ ആവശ്യം. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സെഷനിൽ വെച്ചാണ് മുസ്ലിം ലീഗ് സംഘടന ഇത് ഉന്നയിച്ചത്. നമ്മുടെ 1940 ലാഹോർ സെഷൻ. ശ്രദ്ധിക്കണം, ഇത് മുസ്ലിം ലീഗിന്റെ സെഷനാണ് കേട്ടോ. 1940 മുസ്ലിം ലീഗിന്റെ ലാഹോർ സെഷൻ. 1940 മുസ്ലിം ലീഗിന്റെ ലാഹോർ സെഷനിൽ വെച്ചാണ് അന്നത്തെ നമ്മുടെ മുസ്ലിം ലീഗ് പ്രസിഡന്റായ മുഹമ്മദ് അലി ജിന്നയാണ് ടു നാഷൻ തിയറി എന്ന് പറയുന്ന സ്പീച്ച് പ്രസംഗിച്ചത്. ടു നാഷൻ എന്ന് വെച്ചാൽ ദ്വിരാഷ്ട്രവാദം, ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളെ ചൊല്ലി ഒരു അവകാശം അല്ലെങ്കിൽ ഒരു സ്പീച്ച് നടത്തിയത് 1940 മുസ്ലിം ലീഗിന്റെ ലാഹോർ സെഷനിൽ വെച്ച്. ആരാ സ്പീച്ച് നടത്തിയത് ചോദിക്കും? ഹൂ പ്രപ്പോസ്ഡ് ടു നാഷൻ തിയറി? ആരാണ് ആ സ്പീച്ച് നടത്തിയത്? ആരാ? മുഹമ്മദ് അലി ജിന്ന, ഫാദർ ഓഫ് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്നയാണ് ഈ ഒരു സ്പീച്ച് കണ്ടക്ട് ചെയ്തത്. ഏത് വർഷം? 1940 ലാഹോർ സെഷനിൽ വെച്ച്. ആ സ്പീച്ചിന്റെ പേരാണ് ടു നാഷൻ തിയറി എന്ന് പറയും. ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ഏത് സംഘടന? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. വർഷം കണ്ടല്ലോ, ഏത് വർഷം? 1906 ഡിസംബർ 30. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ നേരെ പോകുന്നു 1907. സംഭവത്തിന്റെ പേരെന്താണ്? സൂരറ്റ് സ്പ്ലിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് സംഭവമാണ് സൂരറ്റ് സ്പ്ലിറ്റ്. ഇതൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷനാണ്, ഒരു കോൺഗ്രസ് സെഷനാണ്. 1907 സൂരറ്റ് സെഷൻ. ഈ സെഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഈ സെഷനിൽ വെച്ച് ഇതുണ്ടോ സ്പ്ലിറ്റ്, പിളർന്നു. ആര്? കോൺഗ്രസ് പാർട്ടി രണ്ടായി പിളർന്നു കേട്ടോ. 1907 സൂരറ്റ് സമ്മേളനത്തിൽ വെച്ചിൽ കോൺഗ്രസ് പാർട്ടി മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും എന്ന് പറയുന്ന രണ്ട് വിഭാഗം, മിതവാദികളും തീവ്രവാദികളും. മിതവാദികൾ എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനത്തിന്റെ പാത പിന്തുടരുന്ന, ആശയങ്ങളെ പിന്തുടരുന്ന ആൾക്കാരും, തീവ്രവാദ സ്വഭാവം എന്ന് പറഞ്ഞാലോ അടി വെടി വെട്ടുകുത്ത്, അങ്ങനല്ലേ, അങ്ങനത്തെ എക്സ്ട്രീമിസ്റ്റ് വിഭാഗമായി രണ്ട് വിഭാഗമായി
കോൺഗ്രസ് പാർട്ടി എന്താവും? സ്പ്ലിറ്റ് ആവും. എവിടെ വെച്ച്? 1907 എവിടെ? സൂരറ്റ് സെഷനിൽ വെച്ച് കേട്ടോ. 1907 സൂരറ്റ് സെഷനിൽ വെച്ച് ആണ് എന്ത് സംഭവിക്കുന്നത്? കോൺഗ്രസ് മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ്, മിതവാദികളും തീവ്രവാദികളും എന്ന് പറഞ്ഞ രണ്ട് വിഭാഗമായി എന്ത് ചെയ്യുന്നത്? പൊട്ടിപ്പോണത്. ആ സമയത്ത് മോഡറസ്റ്റിന്റെ ഏറ്റവും വലിയ നേതാവ് കേട്ടോ, ഈ സമയത്ത്, ഈ പർട്ടിക്കുലർ സമയത്ത് മോഡറസ്റ്റിന്റെ ഏറ്റവും വലിയ നേതാവാണ് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു മിതവാദികളുടെ ലീഡർ. മോഡറസ്റ്റ് നേതാവ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയും നമ്മുടെ എക്സ്ട്രീമിസ്റ്റിന്റെ നേതാക്കന്മാരെ നമ്മൾ വിളിച്ച പേര് ഇങ്ങനെയാണ്: ലാൽ, ബാൽ, അതുപോലെ പാൽ. ആരെന്നറിയോ എക്സ്ട്രീമിസ്റ്റ്? ലാൽ, ബാൽ, പാൽ. ലാൽ ലാല ലജ്പത് റായ്, ബാൽ ബാലഗംഗാധര തിലക്, പാൽ ബിപിൻ ചന്ദ്ര പാൽ. എക്സ്ട്രീമിസ്റ്റ് ആരൊക്കെയായിരുന്നു? 3 പേരാ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ്. ആര്? ലാൽ, ബാൽ, പാൽ. ആര്? ലാൽ ലാലാ ലജ്പത് റായ്, ബാൽ ആരാ? ബാലഗംഗാധര തിലക്, പാലാര? ബിപിൻ ചന്ദ്ര പാൽ. ഇവരായിരുന്നു എന്തിന്റെ നേതാക്കന്മാര്? എക്സ്ട്രീമിസ്റ്റ്. പക്ഷെ മോഡറസ്റ്റ് ആരായിരുന്നു? മോഡറസ്റ്റ് ലീഡർ നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ, നമ്മുടെ ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു ആണല്ലേ. ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു, രാഷ്ട്രീയ ഗുരുവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. കാരണം ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ആശയങ്ങളാണ് പിൻകാലത്ത് ആര് പിന്തുടർന്നത്? ഗാന്ധിജി. മക്കളെ, ഗാന്ധിജിയാണ് മോഡറസ്റ്റിലെ ഏറ്റവും വലിയ നേതാവ്. പക്ഷേ ഗാന്ധിജി അവരുടെ ആശയം പിന്തുടരുകയായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ആശയങ്ങളായിരുന്നു പിൻകാലത്ത് ആര്? ഗാന്ധിജി. ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരുവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. അങ്ങനെ 2 വിഭാഗമായി കോൺഗ്രസ് പൊട്ടിപ്പോയത് ഏത് സെഷനിൽ വെച്ചാ? 1907 സൂരറ്റ് സെഷൻ. ഈ ഒരു സെഷനിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു ഈ ഒരു സെഷനിൽ എന്തായിരുന്നു? കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോൺഗ്രസ് സെഷനിലെ ഏറ്റവും പ്രധാന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് വർഷമാണ്, പിന്നെ പ്രസിഡന്റ് ചോദിക്കും കേട്ടോ. അപ്പൊ സൂരറ്റ് സ്പ്ലിറ്റ് നടക്കുന്ന സമയത്ത് ആരാണ് പ്രസിഡന്റ്? സൂരറ്റ് സ്പ്ലിറ്റ് നടക്കുന്ന സമയത്ത് പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. റാഷ് ബിഹാരി ബോസ് എന്നതിന്റെ ആളുണ്ട്, നമ്മൾ പിന്നെ പഠിക്കും. റാഷ് ബിഹാരി ബോസ് ഇതാരാ? റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു സൂരറ്റ് സ്പ്ലിറ്റ് നടന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അപ്പൊ കണ്ടല്ലോ, വർഷം 1907. അടുത്ത നമ്മൾ നേരെ പഠിക്കാൻ പോണ വർഷം 1913. ഒരുപാട് തവണ PYQ ചോദിച്ച ചോദ്യമാണ്. ഗദാർ പാർട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ഗദാർ പാർട്ടി എന്ന് പറയും. ഗദാർ പാർട്ടി രൂപീകരിച്ച വർഷം 1913. ഇത് എവിടെ എന്നറിയാമോ രൂപീകരിച്ചത്? ഇത് ഇന്ത്യയിലല്ല, ഇത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ. CSL 2022 ചോദ്യമാണ്. വേർ ഇസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഗദാർ പാർട്ടി? സാൻ ഫ്രാൻസിസ്കോ. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് 1913 ഗദാർ പാർട്ടി എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത്. ആരൊക്കെയെന്നറിയുമോ ഫൗണ്ടർ? ലാലാ ഹർദയലും സോഹൻ സിംഗ് ബക്നെയും. ആരൊക്കെയാണ് ഗദാർ പാർട്ടിയുടെ സ്ഥാപകര്? ലാലാ ഹർദയലും സോഹൻ സിംഗ് ബക്നെയും. ഇവർ 2 പേരുമാണ് ഗദാർ പാർട്ടിയുടെ ആരാണ്? ഫൗണ്ടേഴ്സ്. ഇതില് ലാലാ ഹർദയൽ ആദ്യത്തെ സെക്രട്ടറി, സോഹൻ സിംഗ് ആദ്യത്തെ പ്രസിഡന്റുമായിരുന്നു. ചിലപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ചോദിക്കാം കേട്ടോ. ആരാണ് ഗദാർ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ്? ഫസ്റ്റ് പ്രസിഡന്റ് ആണ് ചോദ്യമെങ്കിൽ അതാരാ? സോഹൻ സിംഗ് ബക്നെയും. എന്നാൽ ആദ്യത്തെ സെക്രട്ടറി ആരും ചോദിച്ചാൽ ആരാ? അത് ലാലാ ഹർദയൽ കേട്ടോ. ഇവർ 2 പേരുമാണ് ഫൗണ്ടർ. ഗദാർ പാർട്ടിയുടെ സ്ഥാപകർ ആരൊക്കെയാ? ലാലാ ഹർദയലും സോഹൻ സിംഗും. പക്ഷെ സോഹൻ സിംഗ് ആദ്യത്തെ ആരായിരുന്നു? ഫസ്റ്റ് പ്രസിഡന്റും. ലാലാ ഹർദയൽ ആദ്യത്തെ സെക്രട്ടറിയുമായിരുന്നു. എവിടെയാണ് അവർ ഗദാർ പാർട്ടി രൂപീകരിച്ചത്? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ. ഏത് വർഷം? 1913. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെച്ചോ. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗദാർ പാർട്ടി കേട്ടോ. വർഷം 1930, 13, അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ. ആരൊക്കെ സ്ഥാപകർ? ലാലാ ഹർദയലും സോഹൻ സിംഗ് ബക്നെയും. ഓക്കെ, പടത്തിലോട്ട് പോയാലോ. അടുത്തത് ഹോം റൂൾ മൂവ്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രക്ഷോഭമാണ്, അല്ലെങ്കിൽ ഒരു സമരമായിരുന്നു ഹോം റൂൾ ആശയം എന്ന് പറയുമ്പോൾ. അതായത് ഹോം റൂൾ എന്നൊരു ആശയം ശരിക്കും ഉടലെടുത്തത് ഇന്ത്യയിലെ ഒരു ആശയമല്ല. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ അയർലൻഡിലെ ജനങ്ങൾ, നമ്മുടെ അയർലൻഡിലും ബ്രിട്ടീഷുകാർ കുഴപ്പക്കാരായിരുന്നു. അപ്പം അവിടുത്തെ ജനങ്ങൾ, അയർലൻഡിലെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു സമരമുറയായിരുന്നു ഏത്? ഈ ഹോം റൂൾ എന്ന് പറയുന്ന ആശയം. ഈ ആശയം ഉടലെടുത്തത് അയർലൻഡിലാണ്. എന്നാൽ
ആ ആശയത്തെ പിൻകാലത്ത് അയർലൻഡിൽ നിന്നും ഒരു വ്യക്തിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആരെന്നറിയോ? അയർലൻഡുകാരിയായ ആനി ബസന്റ് ആണ് ഈ ഒരു ആശയത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. ഇന്ത്യയിലേക്ക് ഹോം റൂൾ എന്നൊരു ആശയം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആരാണ്? ആനി ബസന്റ് ആണ്. ഏത് വർഷം എന്നറിയോ ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചത്? 1916. 1916 ഹോം റൂൾ എന്ന് പറയുന്ന മൂവ്മെന്റ് ഇന്ത്യയിൽ എന്ത് ചെയ്തത്? ആരംഭിച്ചത്. ആരാ ഇന്ത്യയിൽ ഈ ആശയം കൊണ്ടുവന്നത്? ആനി ബസന്റ്. നമുക്ക് ആനി ബസന്റ് നമുക്ക് നല്ല പരിചയമുള്ള ഒരു പേരാണല്ലേ. ആരായിരുന്നു ഈ ആനി ബസന്റ്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലേ, നമ്മുടെ INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആണ് ആര്? ആനി ബസന്റ് അല്ലേ. ആനി ബസന്റ് INCയുടെ പ്രസിഡന്റ് ആയ വർഷം അറിയോ? തൊട്ടടുത്ത വർഷം 1970. ഇങ്ങനെ ഓർത്താ മടാ. ഹോം റൂൾ പ്രസ്ഥാനം ആനി ബസന്റ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ആര് ഫേമസ് ആയി? ആനി ബസന്റ് ഫേമസ് ആയി. തൊട്ടടുത്ത വർഷം ആനി ബസന്റിനെ കോൺഗ്രസിന്റെ എന്തായി പ്രഖ്യാപിക്കുന്നു? പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്നു. സോ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആര്? ആനി ബസന്റ്. ഏത് വർഷം? 1917 കൽക്കട്ട സെഷനാണ്. 17 കൽക്കട്ട സെഷനിൽ വെച്ചാണ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, കോൺഗ്രസിന്റെ വനിതാ പ്രസിഡന്റ് ആര്? ആനി ബസന്റ് കേട്ടാ. അപ്പൊ ആനി ബസന്റ് ആണ് ഇന്ത്യയിൽ എന്ത് കൊണ്ടുവരുന്നത്? ഹോം റൂൾ എന്നൊരു ആശയം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന്, ഈ ഹോം റൂൾ മൂവ്മെന്റിന് ഇന്ത്യയിൽ 2 പ്രദേശങ്ങളാണ് വേദിയായിട്ടുള്ളത്. 2 സ്ഥലങ്ങളിൽ ഇതിന്റെ ആശയം പോയിരുന്നു. എവിടേക്കെന്നറിയോ? ഒന്ന് മദ്രാസ്, ഒന്ന് പൂനെ കേട്ടാ. ഇന്ത്യയില് ഹോം റൂൾ മൂവ്മെന്റിന്റെ വെന്യൂ 2 സ്ഥലങ്ങളായിരുന്നു. ഒന്ന് മദ്രാസ് മേഖലയും ഒന്ന് പൂനെ മേഖലയും. മദ്രാസ് മേഖലയിൽ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആനി ബസന്റ്. ആനി ബസന്റിന്റെ നേതൃത്വത്തിലായിരുന്നു മദ്രാസ് മേഖല. പക്ഷേ പൂനെയിൽ ആരാ? പൂനെയിൽ നമ്മുടെ ലോക്മാന്യ തിലകിന്റെ നേതൃത്വമായിരുന്നു കേട്ടാ. ലോക്മാന്യ തിലക് ആരാ? ലോക്മാന്യ ബാലഗംഗാധര തിലക് അല്ലേ. നമ്മുടെ ലോക്മാന്യ ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിലായിരുന്നു ഏത് മേഖലയിൽ? പൂനെയിൽ കേട്ടാ. ഹോം റൂൾ പ്രസ്ഥാനത്തിന് 2 പ്രദേശങ്ങൾ എന്തായിട്ടുണ്ട്? വേദിയായിട്ടുണ്ട്. എവിടേക്കാ? ഒന്ന് മദ്രാസ്, മറ്റൊന്ന് പൂനെ. മദ്രാസിൽ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആരാ? ആനി ബസന്റും. എന്നാൽ പൂനെയിൽ ആരായിരുന്നു? അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ലോക്മാന്യ തിലക്, നമ്മുടെ ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിലായിരുന്നു. ഏത് മേഖലയിൽ? പൂനെയിൽ കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ആശയങ്ങൾ, പണ്ടത്തെ നമ്മുടെ ലീഡേഴ്സിൻ്റെയൊക്കെ എന്തെങ്കിലും ആശയങ്ങൾ അവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എന്തിൽ കൂടെയാണ്? പത്രങ്ങളിൽ കൂടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ആനി ബസന്റും നമ്മുടെ ലോക്മാന്യ തിലകും അവരുടെ ആശയങ്ങൾ, ഹോം റൂളിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് എന്തിൽ കൂടെയാ? പത്രങ്ങളിൽ കൂടെയാ. സോ അവരുടെ പത്രങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആനി ബസന്റ് പബ്ലിഷ് ചെയ്ത 2 പത്രമാണ്. ഒന്ന് കോമൺ വീലും ഒന്ന് ന്യൂ ഇന്ത്യയും. വളരെ ഇമ്പോർട്ടൻ്റ് 2 പത്രമാണ്, ചോദിക്കും. ആനി ബസന്റിന്റെ 2 പത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ന്യൂ ഇന്ത്യയും മറ്റൊന്ന് കോമൺ വീലും കേട്ടോ. ആരുടെയൊക്കെ പത്രമാണ് ന്യൂ ഇന്ത്യയും കോമൺ വീലും? ആനി ബസന്റിന്റെ 2 പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. അതുപോലെ തിലകിന്റെ 2 പ്രധാന പത്രങ്ങളാണ്. ഒന്ന് മറാത്തയും ഒന്ന് കേസരി. വളരെ പ്രധാനപ്പെട്ട 2 പത്രമാണ്. തിലകിന്റെ 2 പത്രവും ചോദിക്കും കേട്ടാ. കാരണം ഇതിൽ മറാത്ത ഒരു ഇംഗ്ലീഷ് വീക്കിലിയും എന്ന കേസരി ഒരു മറാത്തി വീക്കിലിയുമാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് കേട്ടാ. മറാത്ത ഒരു ഇംഗ്ലീഷ് വീക്കിലി ആയിരുന്നു കേട്ടാ. മറാത്ത എന്തായിരുന്നു? ഒരു ഇംഗ്ലീഷ് വീക്കിലിയും. എന്നാൽ കേസരി ഒരു മറാത്തി വീക്കിലി. അപ്പൊ ഇത് ഓർത്താൽ മതി. തിലകിന്റെ മറാത്ത എന്ന് പറയുന്ന വീക്കിലി എന്തല്ല? മറാത്തി അല്ല. തിലകിന്റെ മറാത്ത എന്ന പത്രം എന്തല്ല? മറാത്തി ലാംഗ്വേജ് അല്ല, മറാത്ത ഇംഗ്ലീഷ് ആണ്. എന്നാൽ കേസരി ഒരു മറാത്തി വീക്കിലിയുമാണ് കേട്ടാ. തിരിച്ചാണ് കേട്ടാ. തിരിച്ചിനെ പഠിക്കണം കേട്ടാ. തിലകിന്റെ 2 പത്രവും തിരിച്ചു പഠിക്കണം കേട്ടാ. കേസരിയും ഉണ്ട്, മറാത്തയും ഉണ്ട്. എന്നാൽ മറാത്ത എന്തല്ല? മറാത്ത എന്തല്ല? മറാത്തി അല്ല. മറാത്ത എന്താ? ഇംഗ്ലീഷാണ്. എന്നാൽ കേസരിയോ ഒരു മറാത്തി വീക്കിലിയുമാണ് കേട്ടോ. അങ്ങനെ 2 പത്രങ്ങൾ ആര് പുറത്തിറക്കി? തിലക്. ആനി ബസന്റിന്റെ 2 പത്രം ഏതാ? അത് കോമൺ വീലും ന്യൂ ഇന്ത്യയുമായിരുന്നു. അപ്പൊ എന്നാണ് ഇന്ത്യയിൽ ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചത്? 1916 1916. ഇതേ 16 നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ പഠിക്കാനുണ്ട്. ഇതേ 1916 ഉള്ളൊരു സംഭവമാണ് ലക്നോ പാക്ട് എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധാരാളം തവണ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ലക്നോ പാക്ട് 1960. ഇത് കോൺഗ്രസിന്റെ ഒരു സെഷനാണ്. ഇതെന്താണ്? ഒരു കോൺഗ്രസ് സെഷനാണ്. 1916 കോൺഗ്രസിന്റെ ലക്നൗ സെഷൻ.
1916 കോൺഗ്രസിന്റെ സെഷൻ ലക്നൗ സെഷൻ. എന്താണ് ഈ സെഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഈ സെഷനിൽ ഒട്ടുമിക്ക എല്ലാവരും ഒത്തുകൂടിയ ഒരു സെഷനാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ സെഷനിൽ വെച്ച് നമ്മുടെ മോഡസ്റ്റും എക്സ്ട്രീമിസ്റ്റും ഒരിക്കൽ കൂടി ഒത്തുചേരും. നമ്മൾ നേരത്തെ കണ്ടതാണ് മോഡസ്റ്റും എക്സ്ട്രീമിസ്റ്റും എപ്പോഴാണ് പിരിഞ്ഞു പോയത്? 1907 സൂരറ്റ് സെഷൻ. സൂരറ്റ് സ്പ്ലിറ്റ് നമ്മൾ പഠിച്ചതല്ലേ? സൂരറ്റ് സ്പ്ലിറ്റിൽ നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് പാർട്ടിയിൽ മോഡസ്റ്റും എക്സ്ട്രീമിസ്റ്റും രണ്ടായി പിരിഞ്ഞു പോയി. ആ രണ്ടായി പിരിഞ്ഞു പോയവർ വീണ്ടും ഒരുമിച്ചത് സെഷനിൽ വെച്ചാണ്, ഈ ലക്നൗ സെഷനിൽ വെച്ച്. അത് മാത്രമല്ല ഈ സെഷനിൽ മറ്റൊരു സംഘടനയിൽ നേതാക്കന്മാരും എന്ത് ചെയ്തു? പങ്കെടുത്തു. സംഘടന എന്നറിയോ? മുസ്ലിം ലീഗ്. ഈ സെഷനിൽ ആര് പങ്കെടുത്തു? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പങ്കെടുത്തു. ഈ ഒരു സെഷനിൽ എന്ത് പങ്കെടുത്തു? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പങ്കെടുക്കുകയും ഈ സെഷനിൽ വെച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു സന്ധി ഒപ്പുവെച്ചു. ആരൊക്കെ തമ്മിൽ? മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ. അതാണ് ലക്നൗ പാക്ട്. കേട്ടാ, അപ്പൊ ലക്നൗ പാക്ട് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ആരാ? മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒപ്പുവെച്ച ഒരു സന്ധിയാണ് ഏത്? ലക്നൗ പാക്ട്. കേട്ടാ, ഇത് കോൺഗ്രസിന് വേണ്ടി ഇത് ഒപ്പുവെച്ചത് നമ്മുടെ ലോക്മാന്യ തിലകാണ്. അതുപോലെ മുസ്ലിം ലീഗിന്റെ ഒപ്പുവെച്ചത് മുഹമ്മദ് അലി ജിന്നയുമാണ്. കേട്ടാ, അപ്പൊ ഓർത്തോ, ഇത് എങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ലക്നൗ പാക്ട് ഏത് വർഷം? 1960, 1916. ആരൊക്കെ തമ്മിലാണ് ലക്നൗ പാക്ട് സന്ധി? കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും. ചിലപ്പോൾ അത് ആരൊക്കെ ഒപ്പുവെച്ചു? മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പുവെച്ചത് ആരാ? മുഹമ്മദ് അലി ജിന്നയും. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇത് ഒപ്പുവെച്ചത് ആരാ? ലോക്മാന്യ തിലകും. നമ്മുടെ തിലകാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അത് ഒപ്പുവെച്ചത്. പക്ഷേ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആരാണ് ആ സെഷന്റെ പ്രസിഡന്റ്? അത് തിലക് അല്ലായിരുന്നു. ഈ സെഷൻ പ്രസിഡന്റ് AC മജുംദർ. നോട്ട് ചെയ്ത് വെച്ചോ, തെറ്റല്ലേ കേട്ടാ. ഈ സെഷന്റെ പ്രസിഡന്റ് ആരല്ല? തിലകാണ് ഒപ്പുവെച്ചത്. പക്ഷെ തിലക് അല്ലായിരുന്നു പ്രസിഡന്റ്. പ്രസിഡന്റ് ആരായിരുന്നു? AC മജുംദർ. 1916 ലക്നൗ സെഷൻ പ്രസിഡന്റ്, കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ആ സെഷന്റെ? AC മജുംദർ. പക്ഷെ ലക്നൗ പാക്ടിൽ ഒപ്പുവെച്ചത് മജുംദർ അല്ല. കോൺഗ്രസ് വേണ്ടി ഒപ്പുവെച്ചത് ആരാ? തിലകാണ്. ലോക്മാന്യ ബാലഗംഗാധര തിലകും ആരും തമ്മിൽ? മുഹമ്മദ് അലി ജിന്നയും തമ്മിലായിരുന്നു ആ ഒരു ട്രീറ്റി എന്ത് ചെയ്തത്? ഒപ്പുവെച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് സന്ധിയാണ് കേട്ടോ. സ്ഥിരമായ എക്സാമിന് ചോദിക്കുന്നതാണ് എന്ത്? ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ തിലകിനെ പറ്റെന്ന് പറയുമ്പോൾ നമ്മുടെ തിലകിൻ്റെ വളരെ ഫേമസ് ആയ ഒരു കോട്ടുണ്ട്. അതാണ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ്. കേട്ടോ, വളരെ ഫേമസ് ആയ ഒരു കോട്ടായിരുന്നു നമ്മുടെ ബാലഗംഗാധര തിലകിൻ്റെ. കേട്ടോ, സ്വരാജ്യം എൻ്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ലോക്മാന്യ തിലകാണ്, ബാലഗംഗാധര തിലക്. കേട്ടോ, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ലോക്മാന്യ തിലകാണ്. ലോക്മാന്യ ബാലഗംഗാധര തിലകാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗനൈസേഷൻ വാസ് ലാലാ ഹർദേൽ അസോസിയേറ്റഡ്? ലാലാ ഹർദേൽ സംഘടനയുടെ നമ്മൾ പഠിച്ചതാണ്. ലാലാ ഹർദേലും സോഹൻ സിംഗ് ബക്കിനെയൊക്കെ ഏതാ? ഗദാർ പാർട്ടി അല്ലേ? നമ്മുടെ ഗദാർ പാർട്ടിയുടെ ഫൗണ്ടർ, സ്ഥാപകനായിരുന്ന ആര്? ലാലാ ഹർദേൽ അല്ലെ? ലാലാ ഹർദേൽ എന്തിന്റെ സ്ഥാപകനായിരുന്നു? ഗദാർ പാർട്ടിയുടെ സ്ഥാപകനായിരുന്നു അല്ലേ? സോ ആൻസർ ആയല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. വെൻ വാസ് മുസ്ലിം ലീഗ് ഫൗണ്ടഡ്? എന്നാടാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്? മുസ്ലിം ലീഗ് 1906, 1906 അല്ലെ? ഡിസംബർ 30 ധാക്കയിൽ അല്ലെ? ധാക്കയിൽ 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് ഇയർ ഡിഡ് ലോർഡ് കഴ്സൺ ഓർഡർ ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ? എന്നാണ് ബംഗാൾ പാർട്ടീഷൻ? CHL 2022 എന്നാ? 1905 അല്ലെ? ബംഗാൾ വിഭജനം ഏത് വർഷമാണ്? 1905. അത് ആരാ ഓർഡർ ചെയ്തത്? കഴ്സൺ അല്ലെ? ആരാണ്? അന്നത്തെ വൈസ്രോയി ലോർഡ് കഴ്സൺ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ ലക്നൗ പാക്ട് വാസ് സൈൻഡ് ബിറ്റ്വീൻ CHL 2023 ലാസ്റ്റ് ഇയറിന്റെ ചോദ്യമാണ്. ബിറ്റ്വീൻ ദ INC ആൻഡ് ഡാഷ്. ആരൊക്കെ തമ്മിൽ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഏത് പാർട്ടി? മുസ്ലിം ലീഗും അല്ലേ? ലക്നൗ പാക്ട് അല്ലെ? ഏത് വർഷമാണ് ലക്നൗ പാക്ട്? 1916 അല്ലേ? 1916
ലക്നോ പാക്ട്. ലക്നോ പാക്ട് ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലായിരുന്നു അല്ലേ? ആരൊക്കെയാ വ്യക്തികൾ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ലോക്മാന്യ തിലക്, ബാലഗംഗാധർ തിലകും, മുസ്ലിം ലീഗിന് വേണ്ടി ആരാ? മുഹമ്മദ് അലി ജിന്നയുമാണ് ഈ ഒരു സന്ധി എന്ത് ചെയ്യുന്നത്? ഒപ്പുവെച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്ക കാലഘട്ടത്തെ പറ്റിയാണ് അല്ലേ? 1857 റിവോൾട്ട് മുതൽ 1916 വരെയുള്ള ലക്നോ സന്ധി വരെയാണ് നമ്മൾ നോക്കി വെച്ചത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.